എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല. ഇപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അതേപോലെ രക്ഷയില്ലാത്ത കാറ്റോട്ടെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെ പറത്തി അടിച്ചു കൊണ്ടുപോകണം. അത്രയും ഫോഴ്സിലാട്ടോ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ശക്തിക്ക് കാറ്റ് അടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കാണിച്ചു തരാം. എല്ലാവരും മാക്സിമം സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നോക്കി, ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ സംഭവിച്ചിട്ട്. നോക്കി, ഒരുപാട് അങ്ങനെ ഉണങ്ങി ഒരുപാട് കാലപ്പഴക്കമൊന്നുമുള്ള കവുങ്ങൊന്നും അല്ല കേട്ടോ. പക്ഷെ നല്ല ശക്തിക്ക് ഇങ്ങനെ കാറ്റ് വീശി അടിച്ചുകൊണ്ട് നോക്കി കവുങ്ങിൻ്റെ ആ ഒരു ചോടോടെ അങ്ങ് ചോടിൻ്റെ ഒരു മണ്ണിൽ നിന്ന് മുട്ടി കിടക്കണ ഒരു ഭാഗമല്ല, അവിടെ നിന്ന് വെച്ചിട്ട് അങ്ങനെ കട്ടായിട്ട് അങ്ങനെ ഇത് നമ്മുടെ അടുക്കള ഭാഗം കേട്ടോ. പുറത്തെ അടുക്കളയാണ്. അപ്പോൾ പുറത്തെ അടുക്കളയുടെ ആ ഒരു ഷീറ്റിൻ്റെ പൊക്കത്തിൽ കൂടി കേട്ടോ വീണിട്ടുള്ളത്. ഇത് ആ ഒരു ഷീറ്റിൻ്റെ ആ വീണ ഭാഗം വെച്ചിട്ട് അങ്ങനെ അങ്ങ് പൊട്ടി നമ്മുടെ ആ ഒരു മെയിൻ കോൺക്രീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മേളിലേക്ക് കേട്ടോ അടിച്ച് വീണിരിക്കുന്നത്. നല്ല വെയിലാട്ടോ. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കറക്റ്റ് ആയിട്ട് കേട്ടോ ആ ഒരു സൂര്യൻ്റെ ഒരു കുത്തൽ വരുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാം. എന്നാലും നോക്കി നമ്മുടെ ആ ഒരു കോൺക്രീറ്റിൻ്റെ ആ ഒരു സൈഡ് വരെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാറ്റത്ത് നന്നായിട്ട് തന്നെ വന്ന് വീണടിച്ച ഒരു ശക്തിയിൽ അങ്ങനെ ആ ഒരു ഭാഗം പൊട്ടി നമ്മുടെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഷീറ്റ് ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇട്ടില്ല. ആ ഒരു കറക്റ്റ് ആ ഒരു പോയിന്റിലാട്ടോ ഇത് വന്ന് വീണിരിക്കുന്നത്. 2 ഷീറ്റിന് മാറ്റേണ്ട അവസ്ഥയാണോ. ഷീറ്റ് മാറ്റുന്നതല്ല, ഞങ്ങൾ ജസ്റ്റ് അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താട്ടോ സംഭവിച്ചത്. അപ്പം എന്നാലും ഒന്നും പറ്റില്ല. കാരണം നമ്മളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെള്ളം കുടിക്കാൻ പോയത് എന്തോ ആയിരുന്നു കേട്ടോ. എന്തായാലും സംഭവം ആ ഒരു കാറ്റ് വീശി ആ സെക്കൻഡിൽ തന്നെയാട്ടോ ഇത് അങ്ങനെ വീണത്. അപ്പോൾ ആ ഒരു സൗണ്ട് എടുത്ത് ഞങ്ങൾ നേരെ ഓടി ഹാളിലെത്തിയിട്ട്. അപ്പോൾ ഒന്നും സംഭവിച്ചൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതാട്ടോ ഇപ്പോൾ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മാക്സിമം. അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയി കളിക്കും. അപ്പോൾ നമ്മുടെ ശ്രദ്ധയും അതായത് നമ്മുടെ നോട്ടം എത്താതെയൊക്കെ അവരൊക്കെ പുറത്ത് പോയി കളിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം ഇത്രയും ശക്തിക്ക് കാറ്റ് വീശി അടിക്കുമ്പോൾ എപ്പോൾ എന്ത് വരുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു വീശി അടിക്കുന്ന കാര്യം എന്ത് സംഭവിക്കണം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ അവസ്ഥ. ഒരു ഭാഗത്താട്ടോ നമ്മുടെ കവുങ്ങിൻ്റെ ചോട് വരുന്നത്. അവിടെ നിന്നാട്ടോ ഇങ്ങനെ കറക്റ്റ് കവുങ്ങിന് വീഴാൻ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ നോക്കി കറക്റ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു മെയിൻ കോൺക്രീറ്റിൻ്റെ ഒരു ഭാഗമുണ്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ സൂര്യൻ കറക്റ്റ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതുകൊണ്ടാട്ടോ നമുക്ക് വീഡിയോ അത്രത്തോളം അങ്ങ് ക്ലാരിറ്റിയിൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റാതെ. കാരണം സൂര്യൻ്റെ കുത്തിരി കറക്റ്റ് നമ്മുടെ ക്യാമറയിലേക്കാണ് വരുന്നത്. നമ്മുടെ ഷീറ്റൊക്കെ നോക്കി ചിന്നി ചെതറി കിടക്കും കേട്ടോ. മണ്ട പോയ കവുങ്ങാണെങ്കിൽ നമുക്ക് പിന്നെ സീനിലാട്ടോ. പക്ഷെ മണ്ട പോകാത്ത നല്ല കവുങ്ങ് തന്നെയാട്ടോ ഈ ഒരു കാറ്റിൽ വീണിരിക്കുന്നത്. ഷീറ്റൊക്കെ പൊട്ടി ചെതറിപ്പോയി. നമുക്കെന്തായാലും ഷീറ്റ് മാറ്റണം. സത്യത്തിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നേരെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇങ്ങനെ കാറ്റ് വീശി അടിക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ അത്യാവശ്യം മരങ്ങൾ ചുറ്റിലും ഉണ്ട്. അപ്പോൾ നമുക്ക് പേടിയെടുക്കാൻ ഫുള്ളിങ്ങനെ വീശി അടിക്കുന്ന ഒരു ടൈമിൽ. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുറത്ത് വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും മരങ്ങളൊക്കെ ഉള്ള സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.